എൻട്രി ലെവൽ കാറ്റഗറിയിൽ നിലവിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനുകൾ പരിചയപ്പെടാം. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാർഡുകളുമാണ് ഈ ഒരു കണ്ടന്റിനായിട്ട് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡുകൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്ന എല്ലാ കാർഡുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിനായിട്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണ്, അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക, അല്ലാതെ ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല. കാരണം ഒന്നാമത്തേത്, ക്രെഡിറ്റ് കാർഡുകൾ എല്ലാവർക്കും പറ്റിയൊരു ടൂളല്ല. നമ്മളത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും. സോ ആദ്യം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ടോ, നിങ്ങൾക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സ്വയം വിലയിരുത്തുക. അതിനുശേഷം മാത്രം ക്രെഡിറ്റ് കാർഡുകൾ ഓപ്റ്റ് ചെയ്യുക. ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് ലൈഫിൽ ഒരു വില്ലനായിട്ട് മാറുന്നത് എന്നതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം. എല്ലാവരും തന്നെ ആ ഒരു വീഡിയോ കാണുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ യൂസ് ഇറ്റ് കെയർഫുള്ളി. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യത്തെ ഓപ്ഷൻ IDFC ഫസ്റ്റ് ബാങ്കിന്റെ മില്ലേനിയ വേരിയന്റ് ക്രെഡിറ്റ് കാർഡാണ്. അപ്ലൈ ചെയ്താൽ ഒട്ടുമിക്കവർക്കും കിട്ടുന്ന ഒരു കാർഡ് വേരിയന്റ് ആണ് ഈ ഒരു മില്ലേനിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് അപ് ടു ഒരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആനുവൽ ഇൻകം ഉണ്ടായിരിക്കണം. ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. ഇതിന്റെ ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് വെൽക്കം ബെനിഫിറ്റ് ആണ്. നമ്മൾ കാർഡ് കിട്ടി ആദ്യത്തെ ഒരു 30 ഡേയ്സിനുള്ളിൽ നമ്മൾ കാർഡ് ഉപയോഗിച്ച് 5000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. ആമസോൺ, ബിഗ് ബാസ്ക്കറ്റ്, ഊബർ, ലൈഫ് സ്റ്റൈൽ ഇതിൽ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് വൗച്ചർ ആയിരിക്കും നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 5000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഒരു 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ ID-യിലേക്കോ നമുക്ക് ഡീറ്റെയിൽസ് അയച്ച് നൽകും. നെക്സ്റ്റ് വരുന്നൊരു ബെനിഫിറ്റ്, EMI ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു അപ് ടു 1000 രൂപയുടെ ക്യാഷ് ബാക്ക് ആണ്. കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ 30 ഡേയ്സിനുള്ളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് നമ്മളൊരു EMI ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 1000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തി 90 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഗോൾഡ് അതുപോലെ തന്നെ ജ്വല്ലറി പർച്ചേസ് ട്രാൻസാക്ഷനുകൾ ഈ ഒരു ക്യാഷ് ബാക്കിനായിട്ട് എലിജിബിൾ അല്ല. പിന്നെ നമുക്ക് ഒരു കാർഡിൽ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഫ്യൂവൽ സർചാർജ് വേവർ. 1% സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. ഒരു ബില്യൻസുകളിൽ അപ് ടു 200 രൂപ വരെ നമുക്ക് വേവ് ചെയ്ത് കിട്ടും. മിനിമം ട്രാൻസാക്ഷൻ അമൗണ്ട് 200 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ അമൗണ്ട് 5000 രൂപയാണ്. പിന്നെ വരുന്നത് നമുക്ക് 300-ലധികം മർച്ചൻസിൽ നമുക്ക് ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 1500-ലധികം റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് അപ് ടു 20% ഓഫർ നേടാം. പിന്നെ 3000-ലധികം വരുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് ഔട്ട്ലെറ്റുകളിൽ നമുക്ക് അപ് ടു 15% ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് കോംപ്ലിമെന്ററി റെയിൽവേ ലോഞ്ച് ആക്സസ് ആണ്. സെലക്ടഡ് റെയിൽവേ ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി 4 തവണ എന്ന രീതിയിൽ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. നമുക്ക് എല്ലാ റെയിൽവേ ലോഞ്ചും അവൈലബിൾ അല്ല. ഈ ലിസ്റ്റിൽ കാണുന്ന റെയിൽവേ ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. പ്രീവിയസ് മന്തിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 20,000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ കറന്റ് മന്തിൽ നമുക്ക് ഈ ഒരു റെയിൽവേ ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. ഇനി ഒരു കാർഡിൽ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബില്യൺ സൈക്കിളിൽ 20,000 രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ 200 രൂപയ്ക്ക് നമുക്ക് 3 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത്. 20,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ 200 രൂപയ്ക്ക് നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെന്റ്, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ ഒരു റിഡംഷൻ ചാർജ് വരുന്നുണ്ട്. ഓരോ റിഡംഷനും നമുക്ക് 99 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. പിന്നെ ഫ്യൂവൽ പേയ്മെന്റ്, റെന്റ് പേയ്മെന്റ് എന്നിങ്ങനെ ഈ കാണുന്ന കാറ്റഗറി പേയ്മെന്റുകൾക്ക് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. പിന്നെ ഈ ഒരു കാർഡിന്റെ കൂടുതൽ നമുക്ക് റുപേ വേരിയന്റ് കാർഡ് കൂടി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റുപേ വേരിയന്റ് കാർഡ് നമുക്ക് UPI ലിങ്ക് ചെയ്ത് മറിച്ചിന് UPI പേയ്മെന്റ് ചെയ്യാം. നോർമൽ കാർഡ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആണെങ്കിലും റുപേ വേരിയന്റ് കാർഡിന്റെ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഇഷ്യൂവൻസ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും 199 രൂപ പ്ലസ് GST ആണ് വരുന്നത്. ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള മർച്ചന്റ് UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് 3 റിവാർഡ് പോയിന്റും 2000 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിന്റും കിട്ടും. അഡ്വാൻറ്റേജ് ഈ ഒരു കാർഡ് നമുക്ക് UPI ലിങ്ക് ചെയ്ത് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കാർഡ് ചാർജബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിന്റെ വിശദാംശങ്ങൾ. പിന്നെ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് ഇൻഡസൻഡ് ബാങ്കിന്റെ ടൈഗർ വേരിയന്റ് കാർഡ്. ഇത് പ്രധാനമായിട്ടും ട്രാവലേഴ്സിന് പറ്റിയൊരു കാർഡാണ്. പ്രധാനമായിട്ടും വിമാനയാത്രകളൊക്കെ നടന്നവരാണെങ്കിൽ ഈ ഒരു കാർഡിൽ നമുക്ക് കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകളാണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. അത്യാവശ്യം ലോഞ്ചുകളൊക്കെ അവൈലബിൾ ആണ് കേരളത്തിനുള്ളിലാണെങ്കിലും. അതുകൂടാതെ വർഷത്തിൽ 2 തവണ നമുക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകളും സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. അതിന് നമുക്ക് പ്രയോറിറ്റി പാസ് കിട്ടും. ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ കാർഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ
ഉണ്ടാകും. പ്രീവിയസ് മന്ത്ലി അല്ലെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ ഇത്ര രൂപ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതുവരെ ഈ ഒരു ടൈഗർ കാർഡിന് അങ്ങനെ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നുമില്ല. കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഉപയോഗിക്കാം. സോ എയർ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ പറ്റിയൊരു കാർഡാണ്, ലൈഫ് ടൈം ഫ്രീ കാർഡ് കൂടിയാണ്. പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് വരുന്നത് 1.5% പ്ലസ് GST മാത്രമാണ്. പിന്നെ ഒരു മൂവി ടിക്കറ്റ് ഓഫർ ബെനിഫിറ്റ് വരുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലാണ് ഓഫർ ബെനിഫിറ്റ് വരുന്നത്. ഓരോ 6 മാസത്തിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു മൂവി ടിക്കറ്റ് അപ് ടു 500 രൂപ വരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ക്വാർട്ടർലി ഒരു തവണ ഒരു ഗോൾഫ് ലെസൺ അല്ലെങ്കിൽ ഗോൾഫ് ഗെയിം നമുക്ക് കിട്ടും. പിന്നെ 1% ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 400 രൂപയാണ്, മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയാണ്. പിന്നെ റിവാർഡ് പോയിന്റ് വരുന്നത് അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല, ഒരു സ്ലാബ് ബേസ്ഡ് ആണ്. നമ്മൾ ആനിവേഴ്സറി ഇയറിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അപ് ടു 1 ലക്ഷം രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോ 100 രൂപയ്ക്ക് നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് മാത്രമായിരിക്കും കിട്ടുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 2 റിവാർഡ് പോയിന്റും, 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 4 റിവാർഡ് പോയിന്റും, ആനിവേഴ്സറി ഇയറിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന സ്പെൻഡിങ്ങിന് നമുക്ക് 6 റിവാർഡ് പോയിന്റും കിട്ടും. ഓരോ 100 രൂപയ്ക്കും ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ 25 പൈസയാണ്. നമുക്ക് ഈ റിവാർഡ് പോയിന്റ് പല രീതിയിൽ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ക്യാഷ് ബാലൻസ് ആയിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഓരോ റിവാർഡ് പോയിന്റിന് 40 പൈസ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ ക്രിസ് ഫ്ലെയർ മൈൽസ് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ്. നമുക്ക് ഈ റിവാർഡ് പോയിന്റ് ഡസൻ മൊമെന്റ്സ് എന്ന് പറയുന്ന പോർട്ടൽ വഴി ഇവരുടെ എന്തെങ്കിലും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ റിഡീം ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോയിന്റിന് നമുക്ക് 40 പൈസ വെച്ച് കിട്ടും. പിന്നെ ഈ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഓട്ടോ അസിസ്റ്റ്. നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് റോഡ് സൈഡ് റിപ്പയർ സർവീസ്, പിന്നെ എമർജൻസി ഫ്യൂവൽ സപ്ലൈ, എനിക്ക് ഈ അങ്ങനെ കാറിന്റെ ഉള്ളിൽ വെച്ച് ലോക്ക് ആയി കഴിഞ്ഞാൽ അതിനുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഫ്ലാറ്റ് ടയർ സർവീസ്, പിന്നെ ബാറ്ററി സർവീസ്, ഇങ്ങനെ ഓട്ടോ അസിസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കൺസിയേജ് സർവീസസ് വരുന്നുണ്ട്. നമുക്ക് പ്രീ ട്രിപ്പ് അസിസ്റ്റൻസ്, പിന്നെ നമുക്ക് കാർ റെന്റിന് എടുക്കാനുള്ള സപ്പോർട്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സപ്പോർട്ട്, ഹോട്ടൽ ബുക്ക് ചെയ്യാനുള്ള സപ്പോർട്ട്, ഇവന്റ് ബുക്കിങ്ങിനുള്ള സപ്പോർട്ട്, സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ബുക്കിങ്ങിനുള്ള സപ്പോർട്ട്, അങ്ങനെ ഈ കാണുന്ന കുറച്ചധികം കൺസിയേജ് സർവീസസ് നമുക്ക് ഈ ഒരു കാർഡിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇപ്പോൾ നിലവിൽ എൻട്രി ലെവൽ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാർഡ് വേരിയന്റാണ് RBL ബാങ്കിന്റെ ഷോപ്പ് റേറ്റ് കാർഡ്. ഇതിപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ലൈഫ് ടൈം ഫ്രീ എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓൾറെഡി ഇത് ചാർജബിൾ ആയുള്ള ഒരു കാർഡാണ്. ഇതിപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസറി പർച്ചേസിംഗിന് നമുക്ക് ഓരോ 100 രൂപയ്ക്ക് നമുക്ക് 20 റിവാർഡ് പോയിന്റ് കിട്ടും. മാക്സിമം നമുക്കൊരു ബില്ലിംഗ് സൈക്കിളിൽ 1000 റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. മറ്റ് ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ 100 രൂപയ്ക്ക് നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. റിവാർഡ് പോയിന്റ് അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല. നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് വാല്യൂ 25 പൈസയാണ് വരുന്നത്. ഗ്രോസറി കാറ്റഗറിയിൽ മാത്രം നമുക്ക് കുഴപ്പമില്ലാത്തൊരു ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് നേടാം. പക്ഷേ അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല. ക്യാപ്പ് 1000 എന്നുള്ള ഒരു ക്യാപ്പ് വരുന്നുണ്ട്. അതായത് 250 രൂപ വരെ നമുക്ക് മാക്സിമം ഒരു ബില്ലിംഗ് സൈക്കിളിൽ നേടുവാനായിട്ട് സാധിക്കും. അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ ട്രാൻസാക്ഷൻ സെറ്റിലായി ഒരു 45 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഒരു മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. നമുക്ക് 10% ഡിസ്കൗണ്ട് അപ് ടു 100 രൂപ വരെ നമുക്ക് നേടാം. നമുക്ക് ഒരു വർഷം നമുക്ക് 15 തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. 500 രൂപക്കും 4000 രൂപക്കും ഇടയിൽ ഫ്യൂൽ അടിക്കുമ്പോൾ നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 100 രൂപ വരെ നമുക്ക് സർചാർജ് വേവർ ആയിട്ട് നേടാം. പിന്നെ ഫ്യൂൽ പേയ്മെന്റ്, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്, ഇൻഷുറൻസ് പേയ്മെന്റ്, റെയിൽവേ പേയ്മെന്റ്, വാലറ്റ് ലോഡിംഗ്, റിയൽ എസ്റ്റേറ്റ്, എന്നിങ്ങനെ ഈ കാണുന്ന കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയില്ല. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒരു കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കിവി കാർഡ് എന്ന് പറയുന്നത്. ഇത് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു കാർഡാണ്. ഇത് നമുക്ക് വിർച്വൽ കാർഡാണ് കിട്ടുന്നത്, ഫിസിക്കൽ കാർഡ് കിട്ടുന്നില്ല, ലൈഫ് ടൈം ഫ്രീ ആണ്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താം. അതുപോലെ തന്നെ സ്കാൻ ആൻഡ് പേ വഴി നമുക്ക് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ആൻഡ് പേ വഴി മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ലഭിക്കും. ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് 0.5% ക്യാഷ് ബാക്കും കിട്ടും. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതിൻ്റെ 1% വരെ ആയിരിക്കും നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് കിവീസ് എന്ന ഫോമിലായിരിക്കും നമുക്ക് റിവാർഡ് കിട്ടുന്നത്. ഒരു കിവി എന്ന് പറയുന്നത് 25 പൈസയ്ക്ക് ഇക്വലൻ്റ് ആണ്. നമുക്ക് കിട്ടുന്ന കിവീസ് ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റിഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അഡീഷണലി നമുക്ക് ഇതിൻ്റെ അതൊരു കിവി നിയോൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട്. 999 രൂപയാണ് ആനുവൽ ചാർജ് വരുന്നത്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ കുറച്ച് ബെനിഫിറ്റും കൂടി വരുന്നുണ്ട്. ആ ഒരു മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ നമുക്ക് 1.5% ക്യാഷ് ബാക്കിന് പകരം നമുക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ സാധാരണ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നടന്ന UPI ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് അപ് ടു 100 രൂപ ഒരു മാസം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ പല ബ്രാൻഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. ഒരു വർഷം 3 തവണ 50,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ലോഞ്ച് ആക്സസ് നമുക്ക് അൺലോക്ക് ആയി കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ആണ്. നമ്മൾ 50,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3% ക്യാഷ് ബാക്കും 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4% ക്യാഷ് ബാക്കും 1.5 ലക്ഷം രൂപ എന്ന് പറയുന്ന മൈൽസ്റ്റോൺ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5% ക്യാഷ് ബാക്ക് നമുക്ക് ഈ ഒരു ന്യൂ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ കിട്ടും. ഈ ഒരു കിവി കാർഡിനെ പറ്റി നമ്മൾ പല വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഒക്കെ ഐ ബട്ടണിൽ അടിച്ചാൽ കൂടുതലായിട്ട് ഈ കാർഡിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി
കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി